കോയാസ് സഫല ഹെർബൽ സോപ്പ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ റമദാൻ മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മളുടെ മുസ്ലിം സഹോദരി സഹോദരന്മാരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു റമദാൻ മാസത്തിൽ റംസാനെ വരവേൽക്കാനായി ഈ ഒരു നോമ്പ് കാലം ശരിക്കും ആ ഒരു ദൈവചിന്തയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ നല്ല ചിന്തകളും ദൈവകാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ത്യാഗത്തിൻ്റെ ഒരു മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജലപാനം പോലും ഇല്ലാതെ കഠിനമായ നോമ്പാണ് അവരെല്ലാം തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഗ്‌രിബ് നിസ്കാരത്തിന് വെച്ചിട്ടാണ് നോമ്പ് മുറിക്കുന്ന ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ രാവിലെ മുതൽ ജലപാനമില്ലാതിരിക്കുന്നത് കൊണ്ട് ചെറിയ ലഘു പാനീയങ്ങളോടുകൂടി ഒരു പക്ഷേ ഒരു നാരങ്ങ വെള്ളമാകാം, അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ്സ് അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, അതെല്ലാം വളരെ ലൈറ്റായിട്ട് ഭക്ഷണം തുടങ്ങി കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളിലേക്ക്. അപ്പോൾ സ്നാക്സ്, പലതരം സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു നോമ്പ് കാലത്തിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വിശപ്പിൻ്റെ വില അറിയുന്നൊരു മാസം കൂടിയാണ്. അപ്പോൾ വിശപ്പ് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ളൊരു തിരിച്ചറിവ്, അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ വിശപ്പിൻ്റെ വില അറിയാനായിട്ട് വിശന്നിരിക്കുന്ന ഒരു രീതി എല്ലാം വർജിച്ചിട്ട് ഭക്ഷണം വേണ്ട എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഒരു വലിയ ത്യാഗമാണല്ലോ സത്യത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു വ്രതശുദ്ധിയോടുകൂടി, അപ്പം നമ്മളുടെ ശരീരവും മനസ്സും എല്ലാം ശുദ്ധമാകുന്ന, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഏത് രീതിയിൽ നോക്കിയാലും. അത്തരം നല്ല ചിന്തകളും ഒക്കെ ആയിട്ട് പിന്നെ രാത്രിയിൽ വരെ നിസ്കാരമുള്ള ഒരു സമയമാണിത്. സാധാരണഗതിയിൽ പകൽ മുഴുവൻ ഇങ്ങനെ ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോൾ, ജലപാനം പോലും ഇല്ലാണ്ടിരുന്നിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ആലസ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആലസ്യം പോലും മാറ്റി വെച്ചിട്ട് രാത്രി നിസ്കാരത്തിന് സമയം കണ്ടെത്തുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലം മാജിക് ഓവനും അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി കാണുന്നു. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വിഭവം ഈ നോമ്പ് കാലവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ പറ്റിയൊരു ആദ്യത്തെ ലഘു ഭക്ഷണത്തിന്, അല്ലെങ്കിൽ പാനീയങ്ങൾ, ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഗണത്തിൽ നമുക്കതിനെ പെടുത്താം. ഇതൊരു പോളയാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് നമ്മൾ, ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്ത് അല്ലെങ്കിൽ നോർത്ത് മലബാർ ഭാഗത്തൊക്കെ വളരെ അധികം എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പലതരം, ഇപ്പോൾ കായ്പോള പോലെ പല ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റീസ് ആയിട്ടുള്ള പോളകൾ ഉണ്ടാക്കാറുണ്ട്. ഇതതുപോലെ കടലപ്പരിപ്പ് പോള ഉണ്ടാക്കാൻ വളരെ എളുപ്പം, സ്വാദാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഈ നോമ്പ് കാലത്തേക്ക് പറ്റിയൊരു വിഭവം. അതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 5 എണ്ണം, കടലപ്പരിപ്പ് വേവിച്ചത് 1 കപ്പ്, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 10-15 എണ്ണം, കിസ്മിസ് 10-15 എണ്ണം. കടലപ്പരിപ്പ് പോള തയ്യാറാക്കാം. അപ്പോൾ ഈ കടലപ്പരിപ്പ് പോള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ തന്നെ കായ്പോള കാണിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഡെലിക്കസിയാണ് മലബാർ മേഖലയിൽ. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കായ്പോള. അത് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഏത്തപ്പഴം പഴുത്ത്. അതുപോലെ ഇപ്പോൾ കുറച്ച് മോഡേൺ വേർഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. പലതരം കാര്യങ്ങളിൽ ഇങ്ങനെ പോള തയ്യാറാക്കുന്നുണ്ട്. ക്യാരറ്റ് പോളയുണ്ട്. ഇത് ട്രഡീഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ് കടലപ്പരിപ്പ് പോള. കടലപ്പരിപ്പ് നല്ല സ്വാദുള്ള കാര്യമാണ്. കടലപ്പരിപ്പ് നമ്മൾ പായസം ഉണ്ടാക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ കടലപ്പരിപ്പ് ഒരു നല്ല സ്വാദുള്ളൊരു ധാന്യമാണ്. അപ്പം ഈ കടലപ്പരിപ്പ് വേവിച്ചത് 1 കപ്പ് അതിങ്ങനെ റെഡിയാക്കി വയ്ക്കുന്നു. എന്നിട്ട് ഇതിപ്പോൾ 1 കപ്പ് 3/4 മുതൽ 1 കപ്പ് വരെ ആകാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ 5 മുട്ട റെഡിയാക്കി വെക്കുക. അധികം പാടില്ല, വളരെ എളുപ്പമാണ്. പിന്നെ പഞ്ചസാര മധുരം അനുസരിച്ച് 5 ടേബിൾ സ്പൂൺ മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ വേണ്ടത് എന്താ, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ എന്താ, കുറച്ച് നെയ്യ്. ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ ഇനി ഈ കടലപ്പരിപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ കടലപ്പരിപ്പ് ഇത് ഈ ഫോമിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരുന്നതാണ് വേവിച്ചത്. വേവിച്ച് ഒരു പായസം പോലെ ഒന്നും ആകേണ്ട ആവശ്യമില്ല. വേവിക്കുമ്പോൾ വെള്ളം കൂടിയിട്ടൊന്നും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ച് ഊറ്റിയെടുത്താൽ മതി. ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മളിനി മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് അരച്ച് ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് 5 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ 5 മുട്ട, വലിയ മുട്ടയാണെങ്കിൽ 5, ചെറുതാണെങ്കിൽ 6 ആയാലും കുഴപ്പമില്ല.
അവസാനം അഞ്ചാമത്തെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ എഗ് ബീറ്ററോ അല്ലെങ്കിൽ ബ്ലെൻഡറോ ഒന്നും ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ കൊണ്ട് മാത്രം ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഇത് 5 ടേബിൾ സ്പൂൺ മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 6 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. 5 ആണ് ശരിക്കും, ആവറേജ് ഒരു 5 ആണ്, ഒരു മീഡിയം മധുരം. ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ 6. അപ്പോൾ ഒരു 6 മുട്ട ചേർക്കുകയാണെങ്കിലും പഞ്ചസാരയുടെ അളവ് ഇത്ര തന്നെ മതി, കൂട്ടരുത്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ടിങ്ങനെ ഉടയ്ക്കുക. ഇനി ഇതിലേക്കാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇങ്ങനെ അരച്ച കടലപ്പരിപ്പ്, അതും കൂടി യോജിപ്പിക്കും. അപ്പോൾ ഒരു തടിത്തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ കട്ടയില്ലാണ്ട് ഈ മുട്ടയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചിടണം. അപ്പോൾ വേവിച്ച കടലപ്പരിപ്പ് അരച്ചെടുത്തതാണ്. 1 കപ്പ് അരച്ചെടുത്തു. 1 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് അരച്ചതാണിത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയിലും ആകാം, അതല്ലെങ്കിൽ ഇതിനെ കട്ടിച്ചിട്ടൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല. ഒരു 1/2 കപ്പിലും ചെയ്യാം, 1/4 കപ്പിലും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഈ കടലപ്പരിപ്പിൻ്റെ സ്വാദ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ കടലപ്പരിപ്പ് വേവിച്ചരച്ചത് നമ്മുടെ 5 മുട്ടയുടെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു. ഇതിപ്പോൾ തടിത്തവി കൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമ്മൾ മൈദമാവൊക്കെ പഴംപൊരിക്കൊക്കെ മിക്സ് ചെയ്യില്ല, അതുപോലെ, അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കാൻ, ദോശ ഉണ്ടാക്കാൻ കൈ കൊണ്ട് നന്നായിട്ട് ഞെകിടി നന്നായിട്ട് യോജിപ്പിച്ചാലും മതി. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മുട്ടയുടെ ഒരു എഗ്ഗി സ്മെല്ല് വരാണ്ടിരിക്കാൻ, മാത്രമല്ല ഇതൊരു പലഹാരമാണ്, അതുകൊണ്ട് തന്നെ ഏലക്കാപ്പൊടി 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇത് കടലപ്പരിപ്പ് പോളയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. ആദ്യം നെയ്യ് ചൂടാക്കുന്നു. നെയ്യ് ചൂടായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും അതിലിട്ട് ചെറുതായി ഒന്ന് വറുത്ത് ആദ്യം മാറ്റാം. പിന്നെ ഇതുപോലത്തെ ഒരു പാത്രമാണ് പോള ഉണ്ടാക്കാൻ നല്ലത്. ഞാൻ കായ്പോളയും ഇതിൽ തന്നെയാണ് തയ്യാറാക്കിയത്. അതാണ് ഒരു കറക്റ്റ്, അതായത് ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം. ഈ ഒരു ഷേപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പാത്രം ഒന്ന് ചൂടാക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ പോള തയ്യാറാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്താൽ ആ ബാക്കി വരുന്ന നെയ്യിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. നെയ്യ് ചൂടായി. ഇനി നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ചെറുതായി കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇനി കിസ്മിസ്, ഇനി ഇതിലേക്ക് കിസ്മിസും കൂടി ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം നമുക്ക് നെയ്യിൽ നിന്നും മാറ്റാം. കിസ്മിസ് ഇങ്ങനെ ബബിളിയും പിന്നെ അത് ചുരുങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെയ്യിൽ നിന്ന് മാറ്റുന്നു. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ആകാം. എന്നാലും ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ. ആ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ് പോലെയാണ്. അപ്പോൾ അതിനാവശ്യമുള്ളത് എന്നുള്ള നിലയ്ക്ക് 10-15 എണ്ണം വെച്ച് മതിയാകും. അതിൽ മേളിലിടാനായിട്ട് ധാരാളം. അപ്പം ഞാൻ തീ അല്പം കുറച്ചു. അപ്പോൾ നെയ്യ് നല്ല ചൂടായി കിടക്കണം. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർന്ന് കൂട്ടും.
ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ തന്നെയാണ്, ചെറിയ തീയിൽ കിടക്കട്ടെ. എന്നിട്ട് പാത്രം ഒന്ന് അടയ്ക്കണം. അപ്പോൾ ഈ പാത്രത്തിന് നല്ലൊരു ടൈറ്റ് ഫിറ്റിംഗ് അടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ചെറിയ തീയിൽ കിടക്കട്ടെ. ഇതൊരു പകുതി സെറ്റാകുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അലങ്കരിക്കാം. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് സമയം വരെ ചെറിയ തീയിൽ കിടന്നാണ് വേകേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് മാക്സിമം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ അത് താഴേക്ക് അങ്ങ് പോവില്ല, കറക്റ്റായിട്ട് തന്നെ മുകളിൽ തന്നെ ഒരു ഹാഫ് സെറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. എന്തായാലും വെയിറ്റ് ചെയ്യുക, ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞ് അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും മുകളിലായിട്ട് ഇടാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഇനി ഒരു 10 മിനിറ്റ് സമയം കൂടി മതിയാകും. വീണ്ടും നമ്മൾ പാത്രം അടച്ചു. അപ്പോൾ ചെറിയ തീയിൽ കിടക്കണ 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ്, 7 മുതൽ 10 മിനിറ്റ് സമയം മതി. അടിഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് അതും കൂടി കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഡിമോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞു. നോക്കൂ, നമ്മളുടെ കടലപ്പരിപ്പ് പോള ഇങ്ങനെ നല്ല പൊങ്ങി സെറ്റായി, അടിഭാഗമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സൈഡ്. ഇനി ഇത് ഒന്ന് തിരിച്ചിടണം. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഡിമോൾഡ് ചെയ്യുക. ഡിമോൾഡായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അത് ഈ രീതിയിൽ തിരിച്ചിടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് സമയം ആ അടിഭാഗവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കളർ വരണം, അതുവരെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച്, അപ്പോൾ ഈസി ആയിട്ട് തന്നെ റെഡി ആയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഏത് പ്ലേറ്റാണോ നമ്മുടെ സെർവിങ് പ്ലേറ്റ് ആവുന്നത് അതിനകത്ത് അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പോള ഇവിടെ റെഡി. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പോള ഇവിടെ റെഡി. നോക്കൂ, നല്ല സോഫ്റ്റാണ്. ഇത് നല്ല കടലപ്പരിപ്പിൻ്റെയും മുട്ടയുടെയും എല്ലാം കൂടി ചേർന്നൊരു സ്വാദായിരിക്കും. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ത്രികോണമായിട്ട് അങ്ങനെയാണ് വെഡ്ജസ്. ആ രീതിയിൽ വേണമെങ്കിൽ മുറിച്ച് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ പീസസ് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എന്നാലും സാധാരണ കാണുന്നത് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്യുന്നതാണ് വെഡ്ജസ്. എന്തായാലും ഇതൊരു നല്ല വിഭവമാണ്, നമ്മുടെ നോമ്പ് തുറയ്ക്ക് പറ്റിയൊരു കാര്യമാണ്. മലബാർ മേഖലകളിലെല്ലാം ഇത്തരം വിഭവങ്ങൾ തന്നെയാണ് ഈ നോമ്പ് കാലത്തെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ മലബാറിലല്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിയാലോ. നല്ല നല്ല വിഭവങ്ങൾ ഏത് ഭാഗത്തു നിന്നുള്ളതാണെങ്കിലും, ഇപ്പോൾ കേരളം എന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള നല്ല വിഭവങ്ങളാണെങ്കിലും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി നോക്കണം, സ്വാദ് നോക്കണം. ഒരു പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും മലബാറിൻ്റെ രുചി ഒരു പക്ഷേ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്കും മധ്യ തിരുവിതാംകൂറിലുള്ളവർക്കും ഒക്കെ കഴിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടാവും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു വിഭവമാണ്, പരീക്ഷിക്കുക. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വ്യത്യസ്തമായ ഒരു കുക്കീസാണ്. സാധാരണ കുക്കീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേക്ക്സ് ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ഇലക്ട്രിക് അവൻ വേണം. ഇപ്പം പക്ഷേ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും കേക്കെല്ലാം ഉണ്ടാക്കാം, കുക്കീസും ഉണ്ടാക്കാം. പക്ഷേ നമുക്കിപ്പോൾ കേക്ക് അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പോലെ ഇപ്പോൾ ഇലക്ട്രിക് അവനോ കുക്കറോ ഒന്നുമില്ലാണ്ട്, അടുപ്പ് പോലും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇതിന് അടുപ്പിൻ്റെ ആവശ്യമുണ്ട്. എങ്കിലും ഇതൊരു ബേക്ക്ലെസ് കുക്കീസ് എന്ന് പറയാം. നോ ബേക്ക് കുക്കീസാണ്. അപ്പോൾ ഇതൊരു ബിസ്ക്കറ്റ് പോലെയാണ്, പക്ഷേ ബേക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്? ഓട്സ് 1.5 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, പീനട്ട് ബട്ടർ 3 ടേബിൾ സ്പൂൺ, പാല് 1/4 കപ്പ്, വെണ്ണ 50 ഗ്രാം, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് 50 ഗ്രാം, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അപ്പോൾ ബേക്ക് ചെയ്യാത്ത കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്കിതിന് ബേക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഓവൻ വേണ്ട, ഒന്നും വേണ്ട.
അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ചെറുതായി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. 1/4 കപ്പ് പശുവിൻ പാൽ ഒഴിക്കാം. അതിലേക്ക് 1/4 കപ്പും ഇച്ചിരൂടെ പഞ്ചസാര. അതിനോടൊപ്പം 50 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ. പിന്നെന്താ വേണ്ടേ? കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് ഞാൻ അളന്ന് വെച്ചാണ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് എന്നിട്ട് ഇനി എന്താ വേണ്ടേ? ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ചൂടാക്കാം. അപ്പം വെണ്ണ അലിഞ്ഞ്, പഞ്ചസാര അലിഞ്ഞ്, കൊക്കോ പൗഡറെല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് ഒരു തിള വെള്ളം നന്നായിട്ടെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഒരു ഇടത്തരം ചൂടിൽ, ഹൈ ഫ്ലെയിം വേണമെന്നില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെയ്യാം. തീരെ ലോയും വേണ്ട, പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തിള വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഇനി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കൈയെടുക്കാണ്ട് ഇങ്ങനെ തിള വരുന്നു. കൈയെടുക്കാണ്ട് ഇളക്കി ഒരു മിനിറ്റും കൂടി ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലൊരു തിള വരട്ടെ, നന്നായിട്ട് തിളച്ചിങ്ങനെ, പക്ഷെ കൈയെടുക്കാണ്ട് ഇളക്കണം. അപ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് സമയം കഴിഞ്ഞു. തിള വന്നിട്ട് 1 മിനിറ്റോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാണ്ട് ഇളക്കണം. ആയി കഴിയും. ഇനി നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് മാറ്റാം, ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇത് മാറ്റുകയാണ്. ഇപ്പം നല്ല തിളച്ച് നല്ല എന്താ പറയുക, നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബോയിലിംഗ് ഹോട്ട്, നല്ല ചൂട്. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ഒന്ന് നമ്മുടെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെന്താ, പീനട്ട് ബട്ടർ ഒരു 3 ടേബിൾ സ്പൂൺ. ഈ ചൂടിൽ തന്നെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കും. പീനട്ട് ബട്ടറും ചേർത്തിട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം ചെറുതായി നുറുക്കിയതും, ഇതോടൊപ്പം ഇനി നമ്മൾ ഏതാണ്ടൊരു 1.5 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു കുക്കി ഡോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു 1.5 കപ്പ് ഓട്സ്, പെട്ടെന്ന് വേകുന്ന ഓട്സാണ്. ഇപ്പോൾ അങ്ങനത്തെ ഓട്സ് കിട്ടുമല്ലോ, ക്വിക്ക് ആയിട്ട് എന്താ പറയുക, കുക്കിംഗ് ഓട്സ് എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ ഓട്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇതിന് ശരിക്കും നല്ല പീനട്ട് ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഒരു വാനില എസൻസ് ഉണ്ടല്ലോ, ഫ്ലേവറിങ് ഏജൻറ്റ്, റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ഈ ചൂടോടുകൂടി തന്നെ നമ്മളിത് സ്പൂണിലെടുത്തിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ട്രേയിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരി വയ്ക്കും. അപ്പോൾ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ പാകത്തിന് എടുക്കുക. കൈയുടെ സഹായം കൂടി ആകാം. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാകത്തിന് ഇങ്ങനെ എടുക്കുക. ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ നമുക്ക്, ഒരു ഉരുള പോലെ കുറച്ചാക്കിയിട്ട്. കുക്കീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷേപ്പുള്ള കുക്കീസ്, ഇങ്ങനത്തെ കുക്കീസാണ് കാണാൻ ലുക്ക്. ഭയങ്കരമായിട്ട് റൗണ്ട് ചെയ്യരുത്, ചെറുതായിട്ട് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന പോലെ തോന്നണം.
ഈ രീതിയിലെടുത്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ മാനേജബിൾ ചൂടേ ഉള്ളൂ. നമുക്ക് കൈ കൊണ്ട് അത്യാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് അമർത്താനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് നിരത്തി കഴിയട്ടെ. ഇതെല്ലാം കംപ്ലീറ്റ് ഒന്ന് ഷേപ്പ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. നമ്മളുടെ കുക്കീസ് എല്ലാം തന്നെ ഞാൻ ഷേപ്പ് ചെയ്ത് ട്രേയിൽ മാറ്റി കഴിഞ്ഞു. സാധാരണ കുക്കീസ് ഈ ട്രേയോട് കൂടി എടുത്ത് നമ്മൾ ബേക്ക് ചെയ്യണം. പക്ഷേ ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് സെറ്റാകാനുള്ള സമയം കൊടുത്താൽ മതി. ഒരല്പം സമയം, ഒരു 40 മിനിറ്റ് സമയം, അല്ലെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയം വരെ, 30 to 45 minutes or 1 hour, 30, 40, 50 മിനിറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അത് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാകും. അപ്പോൾ നമുക്ക് ഒരല്പം സമയം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതൊന്ന് സെറ്റാകട്ടെ. എന്നിട്ട് നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പ് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാനൊന്ന് നോക്കുകയാണ്, എല്ലാം സെറ്റായിരിക്കുകയാണ്. സെറ്റാകാന്ന് പറയുമ്പോൾ നമുക്കിനി അത് എടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇങ്ങനെ ഇളക്കിയെടുക്കാം. പ്ലേറ്റ് നമ്മുടെ ആ പേപ്പറിൽ നിന്ന് ഇളകി വരും. അപ്പോൾ ബേക്ക് ചെയ്ത കുക്കീസ് പോലെ തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു ഹെൽത്തി സ്നാക്കായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബാറുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ സമയമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനുള്ള കുറച്ച് സീരിയലൊക്കെ വെച്ചുണ്ടാക്കുന്ന നട്ട്സ് സീരിയലൊക്കെ, ആ കാറ്റഗറിയിൽ തന്നെ ഇതിനെയും കൂട്ടാം. കാര്യം ഇതിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, പിന്നെന്താ പീനട്ട് ബട്ടർ വളരെ നല്ലതാണ്. പിന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതലാണ്, അത് കുറയ്ക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും. അപ്പോൾ ഇതെന്തായാലും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഇത് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ടേസ്റ്റാണ്. ശരിക്കും കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഓട്സ് ഇങ്ങനെ സോഫ്റ്റ് ഒന്നുമല്ല, അതിങ്ങനെ നട്ട്സ് പോലെ ഇടയ്ക്ക് പീനട്ട് ബട്ടറിൻ്റെ അകത്തുള്ള നട്ട്സും നമ്മൾ ഇട്ട കാഷ്യൂ നട്ട്സും ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. കൂട്ടത്തിൽ ഓട്സും അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു നട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഏതായത് ആ ഓട്സിൻ്റെ ചെറിയൊരു റോ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ആ പച്ചച്ചുവയെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ കഴിച്ച് നടക്കാൻ സാധിക്കും. എന്തായാലും എളുപ്പത്തിൽ ഒരു സിമ്പിൾ കുക്കീസ് നമുക്ക് തയ്യാറാക്കാമല്ലോ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് കടലപ്പരിപ്പ് പോള. ഇപ്പോൾ നോമ്പ് സമയത്തിന് പറ്റിയൊരു ഐറ്റമാണ്, പരീക്ഷിക്കുക. രണ്ടാമത് കാണിച്ചതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കുക്കിയാണ്, ഒരു സിമ്പിൾ കുക്കീസ്, ഒരു ചോക്ലേറ്റ് കുക്കീസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന്. അപ്പോൾ എന്തായാലും ഈ വിഭവം പരീക്ഷിക്കുക. 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.